കുരിശിൻ്റെ പാതയിൽ കണ്ണീരുമായി പാപികൾ ഞങ്ങൾ വരുന്നു. നെഞ്ചോടു ചേർത്തൊരാ മരക്കുരിശിൻ സഹനത്തിൽ പങ്കുചേർന്നിടാൻ. നിൻ കാൽപ്പാടു പുൽകി അനുതാപമോടെ വന്നിടാം. കാൽവരി വരെ നിൻ കാൽപ്പാടു പുൽകി അനുതാപമോടെ വന്നിടാം. നിൻ ഘോര സഹനങ്ങൾ ധ്യാനിക്കുവോരിൽ വരദാനമാരി നീ ചൊരിയൂ. നിൻ ഘോര സഹനങ്ങൾ ധ്യാനിക്കുവോരിൽ വരദാനമാരി നീ ചൊരിയൂ. കുരിശിൻ്റെ പാതയിൽ കണ്ണീരുമായി പാപികൾ ഞങ്ങൾ വരുന്നു. നെഞ്ചോടു ചേർത്തൊരാ മരക്കുരിശിൻ സഹനത്തിൽ പങ്കുചേർന്നിടാൻ. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയെ ഞങ്ങൾ താണുവണങ്ങുന്നു. പാപാന്തകാരത്തിൽ കഴിഞ്ഞ മാനവരെ പിതാവുമായി അനുരഞ്ജിപ്പിക്കുവാൻ ജീവൻ ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ഗോതമ്പുമണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള അവസാന യാത്രയും കുരിശുമരണവും അങ്ങേ ശൂന്യവൽക്കരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. അങ്ങേ തിരുനിണം വീണ വഴിയിലൂടെ ദുഃഖിതയായ മാതാവിൻ്റെ കൂടെ സഭാതനയരായ ഞങ്ങൾ അനുദിന ജീവിതത്തിൻ്റെ കുരിശുമായി വീണും എഴുന്നേറ്റും കാൽവരി കയറുന്നു. കുരിശിൻ്റെ ചൈതന്യത്തിന് വിരുദ്ധമായ അഹങ്കാരം, ശത്രുത, ശുശ്രൂഷ ചൈതന്യമില്ലായ്മ, സ്ഥാനമോഹം എന്നിവ ശിഷ്യമനസ്സുകളിൽ നിന്നും പെറുക്കിയെടുത്തതുപോലെ ഞങ്ങളിൽ നിന്നും ഉന്മൂലനം ചെയ്യണമേ. കുരിശ് ഭോഷത്വമായി കരുതുന്നവർ നാശത്തിൻ്റെ പാതയിലാണെന്നും കുരിശ് ദൈവത്തിൻ്റെ ശക്തിയായി കാണുന്നവർ രക്ഷയുടെ വഴിയിലാണെന്നുമുള്ള ആഴമായ അറിവോടെ തീർത്ഥാടകരായി എന്നും നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ. മരണത്തിൻ വിധിവാചകം യൂദയായിൽ നിന്നുയർന്നു. അപരാധമന്നേറെ ആരോപിച്ചു
ആരോപിച്ച് വിധിയാളനും വിധിയേകി. അധരം തുറന്നു നീ കുഞ്ഞേ, വഞ്ചനയോ നാവിൽ ജനിച്ചു. തിന്മയ്ക്കായ അധരം തുറന്നു നീ കുഞ്ഞേ, വഞ്ചനയോ നാവിൽ ജനിച്ചു. സ്തുതി പാടുവാൻ തന്ന നാവിൻ്റെ പിഴകൾ നാവാലിന്നിവരേറ്റു പറയാം. സ്തുതി പാടുവാൻ തന്ന നാവിൻ്റെ പിഴകൾ നാവാലിന്നിവരേറ്റു പറയാം. കുഞ്ഞാടിൻ മരണത്തിൻ വിധിവാചകം യൂദയായിൽ നിന്നുയർന്നു. അപരാധമന്നേറെ ആരോപിച്ച് വിധിയാളനും വിധിയേകി. ഒന്നാം സ്ഥലം. ഈശോനാഥൻ മരണത്തിന് വിധിക്കപ്പെടുന്നു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ച ഈശോനാഥ, ഞങ്ങൾ അങ്ങേ താഴ്വണങ്ങുന്നു. റോമൻ ഗവർണറായ പീലാത്തോസ് ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന ന്യായാസനത്തിങ്കൽ ഉപവിഷ്ടനാകുന്നു. ഒരു കുറ്റവാളിയെ എന്നതുപോലെ പടയാളികൾ യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവിടുത്തെ ഒന്ന് നോക്കുവാൻ പോലും ആർക്കു കഴിയും? അവഹേളനത്തിന്റെ കൂരമ്പുകളായി തലയിൽ കാരമുൾമുടി, ഉണങ്ങി വരണ്ട അധരങ്ങൾ, നിഷ്ഠൂരമായ ചമ്മട്ടിയടിയേറ്റു മുറിഞ്ഞ ശരീരം, മേനിയിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തത്തിൽ നനയുന്ന വസ്ത്രങ്ങൾ, വിറയ്ക്കുന്ന കൈകാലുകൾ, മനസ്സിൽ പ്രിയമുള്ളവർ തന്നെ ഉപേക്ഷിച്ചു പോയ ദുഃഖം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകൾ കഴുകിക്കൊണ്ട് പീലാത്തോസ് ഈശോയെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുറ്റമില്ലാത്തവൻ കൊടും പാപിയായി വിധിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ പോലും മനുഷ്യപുത്രൻ നിശബ്ദനായി നിൽക്കുന്നു. ഈശോനാഥ, അങ്ങ് നന്മയുടെ നിറവായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് എന്നരുളി ചെയ്ത മിശിഹായെ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാനും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരെ സഹായിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ. കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ കുറ്റക്കാരനായി തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ അങ്ങയെപ്പോലെ സഹിക്കുവാൻ എന്നെ ശക്തനാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ. നാഥന്റെ തോളിലായി മാലോകർ തൻ പാപത്തിൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരയിൽ നിന്നിതനായി നാഥൻ
നാഥൻ നടന്നു. നിന്റെ കുരിശും വഹിച്ച് എൻ വഴിയെ എന്നും വരേണം. ശൂന്യനായി നിന്റെ കുരിശും വഹിച്ച് എൻ വഴിയെ എന്നും വരേണം. നിൻ രക്തക്കാൽപ്പാടു പിഞ്ചെന്നു ഞങ്ങൾ കുരിശേന്തി അണയാൻ നീ കനിയൂ. നിൻ രക്തക്കാൽപ്പാടു പിഞ്ചെന്നു ഞങ്ങൾ കുരിശേന്തി അണയാൻ നീ കനിയൂ. നാഥന്റെ തോളിലായി മാലോകർ തൻ പാപത്തിൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരയിൽ നിന്നിതനായി നാഥൻ നടന്നു. രണ്ടാം സ്ഥലം. ഈശോനാഥൻ കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ മരക്കുരിശ് പടയാളികൾ നാഥന്റെ തിരുത്തോളിൽ വയ്ക്കുന്നു. ഭാരത്താൽ അവിടുന്ന് മുൻപോട്ട് കുനിയുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിക്കുന്നു. വിറയ്ക്കുന്ന കൈകളെ ബലപ്പെടുത്തി കുരിശും താങ്ങിക്കൊണ്ട് അവിടുന്ന് മനുഷ്യപാപത്തിന്റെ പരിഹാരയാത്ര ആരംഭിക്കുന്നു. വേച്ചുവേച്ച് ചുവടുവയ്ക്കുന്ന നാഥന്റെ ചുറ്റും നോക്കുക. സ്വന്തമെന്നു പറയാൻ ആരുമില്ല. യൂദാസ് അവിടുത്തെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. ഓശാന ഗീതികൾ പാടി എതിരേറ്റ നഗരവാസികൾ ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഏകാഗിയാകുന്നവർക്ക് പ്രതീകമായി അവൻ നടക്കുന്നു. എന്റെ കർത്താവേ, അങ്ങ് വഹിച്ച ഭാരമേറിയ കുരിശ് നിർമ്മിച്ചവർ ഞങ്ങൾ ഓരോരുത്തരുമാണ്. ആ കുരിശിന് പരമാവധി ഭാരം വർദ്ധിപ്പിക്കുവാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ കുരിശിന്റെ നെടുകയും കുറുകിയുമുള്ള തടികൾ സ്രഷ്ടാവിനെതിരായും സഹചർക്കെതിരായും ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെ പ്രതീകമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ ദൈവസ്നേഹവും പരസ്നേഹവും വഴി നിന്റെ കുരിശിന്റെ ഭാരം അല്പമെങ്കിലും ലഘൂകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പാപത്തിൻ വൻ ക്രൂശുമായി തിരുനാഥൻ തളർന്നു വീഴുന്നു. കൂർത്ത കല്ലിൽ മേനി മുറിവേൽക്കവേ ചാട്ടവാറുയർന്നു താഴുന്നു.
കടലിൽ താണപ്പോളാരും തുണയില്ലാതേകനായ നാഥൻ. കദനത്തിൻ കടലിൽ താണപ്പോളാരും തുണയില്ലാതേകനായ നാഥൻ. മുറിവേറ്റു വീഴുമ്പോൾ ഇവരെ ഉയർത്തു ക്ഷതമേറ്റ നിൻ കൈകളാലേ. മുറിവേറ്റു വീഴുമ്പോൾ ഇവരെ ഉയർത്തു ക്ഷതമേറ്റ നിൻ കൈകളാലേ. മാലോക പാപത്തിൻ വൻ ക്രൂശുമായി തിരുനാഥൻ തളർന്നു വീഴുന്നു. കല്ലിൽ മേനി മുറിവേൽക്കവേ ചാട്ടവാറുയർന്നു താഴുന്നു. മൂന്നാം സ്ഥലം. ഈശോനാഥൻ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഉയർന്നു നിൽക്കുന്ന മല, കല്ലുകൾ നിറഞ്ഞ പാത, നിലം മുട്ടി ഉരയുന്ന നീണ്ട കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. തിരുനാഥൻ കുരിശോടുകൂടെ നിലത്തു വീഴുന്നു. കാൽമുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യഹൂദ പ്രമാണികൾ പരിഹസിക്കുന്നു. പടയാളികൾ അവിടുത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. ചുറ്റുമുള്ള ജനം അട്ടഹസിക്കുന്നു. അവിടുന്ന് ഒരു വാക്കുപോലും ഉരുവിടുന്നില്ല. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു. ഞാൻ വലത്തുവശത്തേക്ക് നോക്കി, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. വേദനകളും കഷ്ടതകളും നിറഞ്ഞ നേരത്ത് പ്രിയപ്പെട്ടവർ പോലും നിന്നെ ഉപേക്ഷിച്ചു എന്ന ദുഃഖമാണോ നാഥ നിന്നെ വീഴ്ത്തിയത്? കരുണ നിറഞ്ഞ കർത്താവേ, എൻ്റെ ജീവിതയാത്രയിൽ ഏകാന്ത നൊമ്പരങ്ങളുടെ കുരിശുമായി ഞാനും പലവട്ടം നിലത്തു വീണുപോയിട്ടുണ്ട്. അത്യധികം താഴ്ത്തപ്പെടുന്ന ആ വേളകളിൽ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് ഞാൻ ചിന്തിക്കാനിടയായിട്ടുണ്ട്. എനിക്ക് മുൻപേ പലവട്ടം വീണ നാഥ, എൻ്റെ തകർച്ചകളിലും വീഴ്ചകളിലും എനിക്ക് തുണയായിരിക്കണമേ. വ്യഥയിൽ പിടഞ്ഞേവം ഓടിയെത്തി വാത്സല്യ കടലാകുമമ്മ. ഒരു വാക്കുമുരുവിടാനാവാതെ തൻ മാതാവിനെ നോക്കി മകനും. പുത്ര നിന്നാത്മനോവിൻ്റെ ആഴം ആരറിയുന്നു? എന്നോമൽ പുത്ര നിന്നാത്മനോവിൻ്റെ ആഴം. രുധിരത്തിൽ നനയുന്ന നിൻ രൂപമിന്ന്
മകനേ, രുധിരത്തിൽ നനയുന്ന നിൻ രൂപമിന്ന് കാണുവാൻ വയ്യ എൻ മകനേ. വ്യഥയിൽ പിടഞ്ഞേവം ഓടിയെത്തി വാത്സല്യക്കടലാകുവന്ന ഒരു വാക്കുമുരുവിടാനാവാതെ തൻ മാതാവിനെ നോക്കി മകനും. നാലാം സ്ഥലം. ഈശോനാഥൻ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. കുരിശുമായി കാൽവരിയിലേക്ക് നീങ്ങുന്ന മകന്റെ അരികിലേക്ക് നീറുന്ന ഹൃദയവുമായി അമ്മ ഓടിയണയുന്നു. അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. മാതൃഹൃദയത്തിൻ്റെ ദുഃഖം കണ്ണീരായി അണപൊട്ടിയൊഴുകുന്നു. വേർപാടിൻ്റെ വേദനയിൽ ഒന്നും സംസാരിക്കാനാകാതെ മകനും വിങ്ങിപ്പൊട്ടുന്നു. പരസ്പരം ഉള്ളും ഉള്ളതുമറിയുന്ന രണ്ട് ഹൃദയങ്ങൾ. മകന്റെ പ്രാണപീഡ അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മ ഏകയാകുമല്ലോ എന്ന ദുഃഖം മകന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. നിറകണ്ണുകളോടെ മകന്റെ മുഖം നോക്കി നിൽക്കുന്ന അമ്മയെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാതെ ഉപേക്ഷിച്ചും ഗർഭപാത്രത്തെ മറ്റൊരു ഗാകുൽത്തായാക്കിയും ശ്രേഷ്ഠമായ മാതൃത്വത്തെ നിന്ദിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി നീ ക്ഷമാപണം നടത്തുകയാണോ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ വചനങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന നിമിഷങ്ങളിൽ ആത്മസഹനത്തിലൂടെ താതന്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുകയും രക്ഷകനോടൊത്തു നിൽക്കുകയും ചെയ്ത നിന്നെ നന്ദിയോടെ ഞങ്ങൾ വണങ്ങുന്നു. ജീവിത ക്ലേശങ്ങളിൽ നിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മേ ഓടിയണയണമേ. മാതാവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ തിരുക്കുടുംബത്തിൻ്റെ ത്യാഗസഹനങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ദിവ്യനാഥ, ത്യാഗമില്ലാതെ ഒരു കുടുംബവും തിരുക്കുടുംബമാകില്ല എന്നും സഹനമുള്ളിടത്തെ സ്നേഹമുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് തകർന്ന ബന്ധങ്ങളുടെ മരുഭൂമിയിലേക്ക് സ്നേഹത്യാഗങ്ങളുടെ നിർജ്ജരി ഒഴുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഭാരം പങ്കുവയ്ക്കാൻ തൻ തോളു നൽകുന്നു ശിമയോ. ദൈവപുത്ര നീയോ സ്വീകരിപ്പൂ, എളിയവരിവർ തൻ സഹായം. സ്ലീവാ താങ്ങുവാൻ വന്ന മനുജന്റെ ജന്മമോ സഫലം. നാഥ നിൻ സ്ലീവാ താങ്ങുവാൻ വന്ന മനുജന്റെ ജന്മമോ സഫലം. സഹജരിൽ സഹനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ
ശിമയോനായി കടന്നു ചെന്നിടാം. സഹജരിൽ സഹനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ശിമയോനായി കടന്നു ചെന്നിടാം. ചുമലിലെ വൻഭാരം പങ്കുവയ്ക്കാൻ തൻതോളു നൽകുന്നു ശിമയോ. ദൈവപുത്ര നീയോ സ്വീകരിപ്പൂ, എളിയവരിവർ തൻ സഹായം. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ കുരിശു ചുമക്കാൻ സഹായിക്കുന്നു. ഈശോയ്ക്ക് കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല. അവിടുന്ന് പാതി വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് തീരുമാനിച്ച യഹൂദർ നാട്ടിൻപുറത്തുനിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്ന ശിമയോനെ കുരിശു ചുമക്കുവാൻ നിർബന്ധിക്കുന്നു. കിറേനക്കാരനായിരുന്ന അയാൾ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്നു. ഈശോയുടെ കുരിശു ചുമക്കാൻ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അയാൾക്ക് ആ കുരിശ് മധുരമുള്ളതും ഭാരം ലഘുവുമായി തോന്നിയിരിക്കാം. അല്ലായിരുന്നെങ്കിൽ അയാളുടെ കുടുംബം മുഴുവൻ പിന്നീട് പൗലോസ്ലീഹ നട്ടുവളർത്തിയ റോമിലെ ആദിമസഭയുടെ പ്രിയമക്കളാകുമായിരുന്നില്ല. എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തത് എന്നരുൾ ചെയ്ത ദിവ്യനാഥ, ആവശ്യനേരത്ത് സഹചരെ സഹായിക്കാനുള്ള നന്മ ഞങ്ങളിൽ ഉണർത്തണമേ. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞ കായലിൻ്റെ മനോഭാവം ഞങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമേ. പേരിനും പ്രസിദ്ധിക്കും മാത്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകാതെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന ഹൃദയ വിചാരത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിന്റെ വദനമാകെ തിരുരക്തച്ചാലുകൾ തീർത്തു. വാടിത്തളർന്ന നിൻ ദിവ്യാനനം വേറോനിക്കാവൊപ്പിയലിവാൽ. മേലെ അരുണോദയം പോൽ ഒരു നാൾ തിളങ്ങിയ വദനം. താബോർ മലമേലെ അരുണോദയം പോൽ ഒരു നാൾ തിളങ്ങിയ വദനം. ചെഞ്ചോരയിൽ അന്ന് നനയവേ ഒരു വെൺതൂവാലയിൽ അവൾ കേകി. ചെഞ്ചോരയിൽ അന്ന് നനയവേ ഒരു വെൺതൂവാലയിൽ അവൾ കേകി. മുൾമുനകൾ നിന്റെ വദനമാകി തിരുരക്തച്ചാലുകൾ തീർത്തു.
വേറോനിക്കാവോ ഈ അലിവാൽ. ആറാം സ്ഥലം. വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ഏകാകിനിയായി ഈശോയുടെ പക്കലേക്ക് കടന്നുവരുന്ന ഒരു സ്ത്രീ, ഭക്തയായ വേറോനിക്ക. ആരാലും നിർബന്ധിക്കപ്പെടാതെയും സ്വന്തം രക്ഷ കാക്ഷിക്കാതെയും മറ്റുള്ളവരുടെ പരിഹാസത്തിന് ചെവി കൊടുക്കാതെയും അവൾ ഈശോയെ സമീപിക്കുന്നു. അവളുടെ നിഷ്കളങ്കമായ മനസ്സിനു മുൻപിൽ പ്രതിബന്ധങ്ങളില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കുന്നു. അവൾ ഭക്തിപൂർവം ഒരു തൂവാലയെടുത്ത് രക്തം പുരണ്ട അവിടുത്തെ മുഖം വിനയപൂർവം തുടയ്ക്കുന്നു. ആ തൂവാലയിൽ തിരുമുഖച്ഛായ പതിയുന്നു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. സ്നേഹം നിറഞ്ഞ കർത്താവേ, വേറോനിക്കയെപ്പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളിതാ ഓടിയണയുന്നു. അങ്ങേ തിരുമുഖച്ഛായ തൂവാലയിൽ പകർന്നു നൽകിയതുപോലെ നിന്റെ പീഡാനുഭവത്തിൻ്റെ മായാത്ത അടയാളങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുദ്രിതമാക്കണമേ. സ്ത്രീകൾക്ക് അറിവും ആദരവും നൽകിക്കൊണ്ട് യഹൂദ സംസ്കാരത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്നും അവരെ ഉദ്ധരിച്ച ഈശോനാഥ, അങ്ങയെ അംഗീകരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കടന്നുവന്ന വേറോനിക്ക സകല സ്ത്രീകളുടെയും പ്രതീകമാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സ്ത്രീകൾ അവഗണിക്കപ്പെടാതെ സ്നേഹിച്ചാദരിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഏറ്റു നിന്മേനി പൊള്ളിയിടവേ ക്രൂരമാം പീഡയുമേറി കൈകാൽ കുഴഞ്ഞു പോയ വേളയിൽ പതറി വീണല്ലോ നീ വീണ്ടും. അകമേ നിനയ്ക്കും സുകൃതങ്ങളല്ല തിന്മയല്ലോ ചെയ്വു ഞങ്ങൾ. അകമേ നിനയ്ക്കും സുകൃതങ്ങളല്ല തിന്മയല്ലോ ചെയ്വു ഞങ്ങൾ. ഇടറി വീഴുന്നിവർ പാപത്തിലിന്നും വീഴ്ത്തുന്നു നിന്നെയും വീണ്ടും. ഇടറി വീഴുന്നിവർ പാപത്തിലിന്നും വീഴ്ത്തുന്നു നിന്നെയും വീണ്ടും. വെയിലേറ്റു നിന്മേനി പൊള്ളിയിടവേ ക്രൂരമാം പീഡയുമേറി കൈകാൽ കുഴഞ്ഞു പോയ വേളയിൽ പതറി വീണല്ലോ നീ വീണ്ടും. ഏഴാം സ്ഥലം. ഈശോനാഥൻ രണ്ടാം പ്രാവശ്യം വീഴുന്നു.
ഈശോ കാലിടറി കുരിശോടുകൂടി 2-ാം പ്രാവശ്യം വീഴുന്നു. കുരിശിന്റെ കീഴിൽ ക്രിസ്തു ഞെരിഞ്ഞമരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. ദേഹമാകെ വേദനിക്കുന്നു. പടയാളികൾ കുരിശു വലിച്ചു മാറ്റി അവിടുത്തെ നിർദ്ദയമായി വലിച്ചുയർത്താൻ ശ്രമിക്കുന്നു. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. എങ്കിലും എൻ്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈശോനാഥ, അങ്ങയുടെ സഹനങ്ങളെ ഓർത്ത് നീറുന്ന ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടികളായ ഞങ്ങളുടെ പാപത്തിലേക്കുള്ള പതനമാണ് സ്രഷ്ടാവായ നിന്നെ പലവട്ടം വീഴ്ത്തിയതെന്ന് ഞങ്ങൾ അറിയുന്നു. ആദിമുതൽ മനുഷ്യരായ ഞങ്ങൾ നിന്റെ അളവുകളില്ലാത്ത സ്നേഹം തിരിച്ചറിയാതെ നിന്നെ ധിക്കരിച്ചു. പാപത്തിൻ്റെ പടുകുഴിയിൽ നിബദിച്ച ഞങ്ങളെ തൃക്കൈ നീട്ടി ഉയർത്തിയ നാഥ, തിന്മയുടെ ശക്തി ഞങ്ങളിൽ ആധിപത്യം നടത്താതിരിക്കുവാൻ ഞങ്ങളെ സംരക്ഷിക്കണമേ. അനുകമ്പയാലന്നു കേണുവന്ന ഓർശലേം സ്ത്രീകളോടരുളി, കരയുവിൻ നിങ്ങൾക്കും തനയർക്കുമായി കേഴേണ്ട എന്നെയോർത്തിന്ന്. മലയെ മൂടുവിൻ ഇവരെ കേഴും നിങ്ങൾ ഏവമൊരു നാൾ. കരകാക്കും മലയെ മൂടുവിൻ ഇവരെ കേഴും നിങ്ങൾ ഏവമൊരു നാൾ. വൻക്ലേശകാലങ്ങൾ കടന്നു വരുമ്പോൾ ക്രൂശിത നൽകൂ നിന്നഭയം. വൻക്ലേശകാലങ്ങൾ കടന്നു വരുമ്പോൾ ക്രൂശിത നൽകൂ നിന്നഭയം. അനുകമ്പയാലന്നു കേളുവന്ന ഓർശലേം സ്ത്രീകളോടരുളി, കരയുവിൻ നിങ്ങൾക്കും തനയർക്കുമായി കേഴേണ്ട എന്നെയോർത്തിന്ന്. 8-ാം സ്ഥലം. ഈശോ ജെറുസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഗോൽഗോഥായിലേക്കുള്ള പാതയിൽ പതിവില്ലാതെ ആരവം കേട്ട് ഓർശലേം സ്ത്രീകളും ഓടിവരുന്നു. അവർ ആദരിക്കുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് കുരിശുമായി നീങ്ങുന്നു. ഓശാന ദിനത്തിലെ ജൈവിളികൾ
അവർ നിരാശയോടെ ഓർത്തു. അവിടുത്തെ ഒന്നാശ്വസിപ്പിക്കുവാൻ അനുകമ്പയോടെ കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ മുന്നിലെത്തുന്നു. അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പച്ചമരത്തോട് അവർ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിയതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പശ്ചാത്തപിക്കാൻ വിസമ്മതിച്ച ജെറുസലേം നഗരത്തിന് പതനം സംഭവിക്കുമെന്നും അവരുടെ മക്കളും ആക്രമണത്തിന് ഇരയാകുമെന്നും അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. ഏദനിൽ നിന്നും പറിച്ചു നടപ്പെട്ട പച്ചമരമായ അവിടുത്തോട് ഇത്രമാത്രം ക്രൂരത കാട്ടിയെങ്കിൽ ഉണക്കമരമായ ഈ ലോകമക്കൾ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവിടുന്ന് ദുഃഖത്തോടെ ഓർക്കുന്നു. നിന്റെ അസഹനീയമായ വേദനയിലും വിങ്ങിപ്പൊട്ടുന്ന സ്ത്രീകളുടെ നാളെയെ ഓർത്തല്ലേ നാഥ നിന്റെ മനം നൊന്തത്. സകല മാനവരുടെയും ആശ്രയമേ, ക്ലേശകാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധഭീഷണികളും ദുരന്തങ്ങളും ഞങ്ങളെ വിഴുങ്ങാതെ നീ കാക്കണമേ. നിന്റെ ദാരുണമായ പീഡകളെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളെ പാപത്തിൽ നിന്നും അകന്ന് ഇനിയുള്ള കാലം പരിശുദ്ധരായി ജീവിക്കുവാൻ ശക്തിപ്പെടുത്തണമേ. നീങ്ങുവാൻ ബലമില്ലാതെ മൂന്നാമതും വീണുനാഥൻ. തിരുരക്തം വറ്റാറായി ഭൂമേനിയിൽ ഉലയുന്നു സന്ധിബന്ധങ്ങൾ. പോലെ എൻ മനമുരുകി മരുപോലെ നാവു വരണ്ടു. നെയ്ത്തിരി പോലെ എൻ മനമുരുകി മരുപോലെ നാവു വരണ്ടു. മരണത്തിൻ പൂഴിയിൽ എന്നെ വെടിഞ്ഞു സ്വർഗപിതാവേ. മരണത്തിൻ പൂഴിയിൽ എന്നെ വെടിഞ്ഞു മാമക സ്വർഗപിതാവേ. മുന്നോട്ടു നീങ്ങുവാൻ ബലമില്ലാതെ മൂന്നാമതും വീണുനാഥൻ. തിരുരക്തം വറ്റാറായി ഭൂമേനിയിൽ ഉലയുന്നു സന്ധിബന്ധങ്ങൾ. 9-ാം സ്ഥലം. ഈശോനാഥൻ 3-ാം പ്രാവശ്യം വീഴുന്നു. മുന്നോട്ട് ചുവടുവെക്കുവാൻ അവിടുത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായതിനാൽ തല കറങ്ങുന്നു, ദേഹമാകെ വിറയ്ക്കുന്നു. അവിടുന്ന് 3-ാം പ്രാവശ്യം നിലം പതിക്കുന്നു. സ്വയമൊന്ന്
അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. റോമൻ പടയാളികൾ മൃഗീയമായി അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ജീവിതയാഗം പൂർത്തിയാകാൻ ഇനി അധികം സമയമില്ല. എന്റെ കർത്താവേ, നിന്റെ ദുസ്സഹമായ വേദനയോട് തുലനം ചെയ്യുമ്പോൾ എന്റെ വേദനകൾ എത്രയോ നിസ്സാരമാണ്. എങ്കിലും എന്റെ രോഗങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചകളും പ്രിയമുള്ളവരുടെ വേർപാടുകളുമെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി എന്നെ വ്യഥയിലാഴ്ത്തുമ്പോൾ അതോർത്ത് നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ പ്രതി സഹിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. ദിവ്യനാഥ, ജീവിതയാത്രയിൽ പലപ്പോഴും അപരന്റെ വീഴ്ചയ്ക്ക് ഞാൻ കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഒളിച്ചിരുന്ന് പരിഹസിച്ചിട്ടുണ്ട്. നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്നരുൾ ചെയ്ത ദിവ്യനാഥ, ഞാൻ മൂലം നീ വീഴാനിടയായതിന് ഹൃദയപൂർവം മാപ്പപേക്ഷിക്കുന്നു. വീഴുന്നവരിൽ നിന്നെ ദർശിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. മലയുടെ മുകളിലെത്തി ഗുരുവിൻ്റെ അന്തിമയാത്ര. മേനിയിൽ രക്തത്താൽ പതിഞ്ഞു ചേർന്ന വസ്ത്രങ്ങളാകെ ഉരിഞ്ഞു. എന്നുടെ വസ്ത്രം പങ്കിട്ടെടുത്തു, എന്നങ്കിക്കായി ചിട്ടിയിട്ടു. എന്നുടെ വസ്ത്രം പങ്കിട്ടെടുത്തു, എന്നങ്കിക്കായി ചിട്ടിയിട്ടു. പൊയ്മുഖങ്ങൾ തിങ്ങും ലോകത്തെ നേടാൻ നീ നഗ്നനായന്നു നിന്നു. പൊയ്മുഖങ്ങൾ തിങ്ങും ലോകത്തെ നേടാൻ നീ നഗ്നനായന്നു നിന്നു. ഗോൽഗോഥാ മലയുടെ മുകളിലെത്തി ഗുരുവിൻ്റെ അന്തിമയാത്ര. മേനിയിൽ രക്തത്താൽ പതിഞ്ഞു ചേർന്ന വസ്ത്രങ്ങളാകെ ഉരിഞ്ഞു. 10-ാം സ്ഥലം. പടയാളികൾ യേശുനാഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. യേശുവിന്റെ വിലാപയാത്ര കാൽവരിയിലെത്തുന്നു. പട്ടാളക്കാർ അവന് മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുന്നു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് പടയാളികൾ രക്തക്കറ പുരണ്ട അവിടുത്തെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. അവഹേളനത്തിന്റെ ആ നിമിഷങ്ങളിലും അവിടുന്ന് ശാന്തനായി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടുത്തെ നഗ്നതയല്ല, മറിച്ച് താബോർ മലയിലേതുപോലെ അവിടുത്തെ മഹത്വം പ്രകാശിതമായി. അവിടുത്തെ തിരുവസ്ത്രങ്ങൾ അവർ 4 ഭാഗിക്കുന്നു. ഓരോരുത്തർ ഓരോ ഭാഗമെടുക്കുന്നു.
അവന്റെ മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതിനാൽ അത് ആർക്ക് ലഭിക്കണമെന്ന് അവർ നറുക്കിടുന്നു. ഈ ലോകത്തിലെ സർവസമ്പത്തും എടുക്കപ്പെട്ട് ധരിച്ചിരുന്ന വസ്ത്രം പോലും ഉരിയപ്പെട്ട് ശൂന്യനായി തീർന്ന നാഥ, ഈ ലോക സമ്പാദ്യമെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും കൈയോടെ പോകേണ്ടവരാണ് ഞങ്ങളെന്ന് നീ ഓർമ്മിപ്പിക്കുകയായിരുന്നില്ലേ? രക്തത്തിൽ നനഞ്ഞ് മേനിയോടൊട്ടിച്ചേർന്ന തിരുവസ്ത്രങ്ങൾ ഉരിയപ്പെട്ടപ്പോൾ ഘോരമായ വേദന അനുഭവിച്ച നാഥ, പാപക്കറയിൽ നനഞ്ഞ് എന്നോടൊട്ടിച്ചേർന്നിരിക്കുന്ന പഴയ മനുഷ്യനെയും അവന്റെ മുഖം മൂടിയെയും ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിക്കുവാനും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. രക്ഷിക്കാൻ നീട്ടിയ പാണികളിൽ ഇരുമ്പാണികൾ താഴ്ന്നിറങ്ങി, സുവിശേഷം ഘോഷിച്ചു നടന്ന ദിവ്യ പാദങ്ങൾ കുരിശിൽ തറച്ചു. ക്രൂശിതരായി പാപത്തിൽ നിന്നുമുയർക്കാം, നിന്നോടു കൂടെ ക്രൂശിതരായി പാപത്തിൽ നിന്നുമുയർക്കാം. നിൻ ദിവ്യവചനത്തിൻ വേല പിന്തുടരാൻ കൈകാലുകൾ ഇവരേകാം. നിൻ ദിവ്യവചനത്തിൻ വേല പിന്തുടരാൻ കൈകാലുകൾ ഇവരേകാം. രക്ഷിക്കാൻ നീട്ടിയ പാണികളിൽ ഇരുമ്പാണികൾ താഴ്ന്നിറങ്ങി, സുവിശേഷം ഘോഷിച്ചു നടന്ന ദിവ്യ പാദങ്ങൾ കുരിശിൽ തറച്ചു. 11-ാം സ്ഥലം. ഈശോനാഥൻ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. നഗ്നനായ ഈശോയെ കുരിശിൽ കിടത്തുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ കാഴ്ച കാണുമ്പോൾ ചുറ്റിക കൊണ്ടുള്ള ആദ്യത്തെ അടിയുടെ ശബ്ദം കാൽവരിയിൽ മുഴങ്ങുന്നു. അടിയുടെ ശബ്ദവും നാഥന്റെ നിലവിളിയും താഴ്വരയിൽ തട്ടി പ്രതിധ്വനിക്കുന്നു. ചുറ്റിക പലവട്ടം ഉയർന്നു താഴുന്നു. ലോകത്തിലേക്ക് സകല കൃപകളും ഒഴുക്കുന്ന രക്ഷകന്റെ കൈകളിലേക്ക് കൂർത്ത ആണികൾ ആഴ്ന്നിറങ്ങുന്നു. നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് നടന്ന് മുള്ളുകളേറ്റ തൃപ്പാദങ്ങളിലും ആണി ആഴ്ന്നിറങ്ങുന്നു. മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ലോകരക്ഷകനായ ഈശോയെ,
പിതാവിനാൽ അയക്കപ്പെട്ട് ധരയിൽ വന്ന അങ്ങയെ ലോകം തിരസ്കരിച്ചു, തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു, പീഡിപ്പിച്ചു, ഒടുവിൽ കുരിശിൽ തറച്ചു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നരുൾ ചെയ്ത ദിവ്യനാഥ, നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും പീഡകൾ ദുസ്സഹമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ്ലീഹായോടൊപ്പം ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകത്തിനു മരിച്ച് അങ്ങേക്കു വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരമോന്നതൻ തീർത്തും പരിത്യക്തനായി മരണം വരിക്കുന്നു ക്രൂശിൽ. അത്താഴമേശയിൽ നടന്ന ബലി കാൽവരിയിൽ പൂർത്തിയായി. പിതാവേ, നിൻ കരതാരിൽ ഏകുന്നു എന്നുടെ ആത്മം. ആബാ പിതാവേ, നിൻ കരതാരിൽ ഏകുന്നു എന്നുടെ ആത്മം. സർവം നീ നേദിച്ച ആ പുണ്യനിമിഷം മാലോകരക്ഷതൻ തരുണം. സർവം നീ നേദിച്ച ആ പുണ്യനിമിഷം മാലോകരക്ഷതൻ തരുണം. പരമോന്നതൻ തീർത്തും പരിത്യക്തനായി മരണം വരിക്കുന്നു ക്രൂശിൽ. അത്താഴമേശയിൽ നടന്ന ബലി കാൽവരിയിൽ പൂർത്തിയായി. 12-ാം സ്ഥലം. ഈശോനാഥൻ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട കുരിശ്, അതിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു കിടന്ന് പിടയുകയാണ് നാഥൻ. 2 കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട നാഥൻ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. അവസാന മണിക്കൂറിലെ കഠിനവേദനയിലും അമ്മയുടെയും പ്രിയ ശിഷ്യനായ യോഹന്നാന്റെയും ഭാവിയെക്കുറിച്ച് ആകുലനാകുന്ന നാഥൻ അമ്മയോടരുൾ ചെയ്യുന്നു, അമ്മേ, ഇതാ നിന്റെ മകൻ. തുടർന്ന് ശിഷ്യനോടരുൾ ചെയ്യുന്നു, മകനെ, ഇതാ നിന്റെ അമ്മ. അപ്പോൾ ഏകദേശം 12 മണിയായിരുന്നു. സൂര്യനിരുണ്ടു. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 3 മണി നേരം. അത് യഹൂദരുടെ പ്രാർത്ഥനാ സമയമായിരുന്നു. ആ സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ഒരു തേങ്ങലായി ഉയർന്നു. കുരിശിൽ കിടന്ന വേളയിലും 22-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട്
നാഥൻ യഹൂദരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയായിരുന്നിരിക്കാം. യഹൂദരുടെ പ്രാർത്ഥനകളിൽ അധികവും സങ്കീർത്തനങ്ങളായിരുന്നല്ലോ. കുരിശിൽ കിടന്ന നേരമത്രയും ദൈവപരിപാലനയുടെ തുടർന്നുള്ള ആ സങ്കീർത്തന ഭാഗങ്ങൾ അവിടുന്ന് ചൊല്ലുകയായിരുന്നില്ലേ? അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന 31-ാം സങ്കീർത്തന ഭാഗം എത്തിയപ്പോൾ ഈശോ മരണത്തോടടുത്തിരുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് മരിക്കുന്നു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. കുരിശിൽ അവിടുത്തെ കുറുകാത്ത കൈകൾ ആവുന്നത്ര വിരിച്ചു പിടിച്ച് കാതുകൾക്കു പകരം സ്വന്തം ഹൃദയം തന്നെ തുറന്നു പിടിച്ച ക്രൂശിത, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് സ്വീകരിച്ചു. അങ്ങയുടെ ആത്മബലി അങ്ങ് നിറവേറ്റി. എൻ്റെ ബലി പൂർത്തിയാകുന്ന ദിനത്തിൽ, എൻ്റെ മരണസമയത്ത് അങ്ങയെപ്പോലെ ആത്മസംതൃപ്തിയോടെ താതൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. വത്സലസൂനുവിൻ ദിവ്യമേനി മാതാവിൻ മടിയിൽ കിടത്തി, പുൽക്കൂടു തൊട്ടുള്ള ഓർമ്മകളാൽ വ്യാകുലമായി മാതൃഹൃദയം. യാത്രാ സമ്മാനമായി പ്രിയമുള്ളോരമ്മയെ നൽകി. അന്തിമയാത്രാ സമ്മാനമായി പ്രിയമുള്ളോരമ്മയെ നൽകി. നിന്നമ്മയെ സേവിച്ചാദരിച്ചിടാം മാതാപിതാക്കളിൽ മോദാൽ. നിന്നമ്മയെ സേവിച്ചാദരിച്ചിടാം മാതാപിതാക്കളിൽ മോദാൽ. വത്സലസൂനുവിൻ ദിവ്യമേനി മാതാവിൻ മടിയിൽ കിടത്തി, പുൽക്കൂടു തൊട്ടുള്ള ഓർമ്മകളാൽ വ്യാകുലമായി മാതൃഹൃദയം. 13-ാം സ്ഥലം. നാഥന്റെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. മൃതശരീരങ്ങൾ
ശാബത ദിവസം കുരിശിൽ കിടക്കാൻ പാടില്ലെന്നായിരുന്നു യഹൂദന്മാരുടെ ചട്ടം. ആ ശാബത ദിവസമാകട്ടെ ഒരു വലിയ ദിവസമായിരുന്നു. അതിനാൽ കുരിശിൽ കിടന്നവരുടെ കാലുകൾ തകർത്ത് അവരെ നീക്കം ചെയ്യാൻ യൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നു കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. വ്യാകുല മാതാവേ, അങ്ങേ പ്രിയപുത്രന്റെ ജീവനറ്റ മേനി നിന്റെ മടിയിൽ കിടത്തിയപ്പോൾ നീ സഹിച്ച ഏകാന്ത ദുഃഖം ആർക്കു വിവരിക്കാനാകും? ഇന്നത്തെ സമൂഹത്തിൽ മക്കളേറെ ഉണ്ടായിരുന്നിട്ടും അനാഥത്വത്തിന്റെ വേദന അനുഭവിച്ച് വൃദ്ധമന്ദിരങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന മാതാപിതാക്കളിൽ നീ വേദനിക്കുകയാണല്ലോ. അപ്പമായിക്കൊണ്ട് അപ്പനെന്ന് വിളിക്കപ്പെട്ടവനും അമ്മിഞ്ഞയായിക്കൊണ്ട് അമ്മയെന്ന് വിളിക്കപ്പെട്ടവളും അനാദരിക്കപ്പെടാതിരിക്കാനും അവരിൽ നിന്നെ ദർശിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുവാനും എല്ലാ മക്കളെയും പ്രാപ്തരാക്കണമേ. കല്ലറയിൽ ഭക്ത്യാദരാൽ ദിവ്യദേഹം സംസ്കരിച്ചു. പാപശാപം പേറും ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ചു. മണ്ണിൽ പാവനദേഹം അഴുകുവാനനുവദിക്കില്ല. 6 അടി മണ്ണിൽ പാവനദേഹം അഴുകുവാനനുവദിക്കില്ല. 3-ാം ദിനത്തിൻ്റെ വെള്ളിവെട്ടത്തിൽ നാഥൻ ഉയിർത്തെഴുന്നേൽക്കും. 3-ാം ദിനത്തിൻ്റെ വെള്ളിവെട്ടത്തിൽ നാഥൻ ഉയിർത്തെഴുന്നേൽക്കും. നവമാകും കല്ലറയിൽ ഭക്ത്യാദരാൽ ദിവ്യദേഹം സംസ്കരിച്ചു. പാപശാപം പേറും ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ചു. 14-ാം സ്ഥലം. യേശോനാഥന്റെ ദിവ്യദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ച ഈശോനാഥ, ഞങ്ങൾ അങ്ങേ താണുവണങ്ങുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ അരിമത്തിയാക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതശരീരം ഏറ്റെടുത്തു. 100 റാത്തൽ സുഗന്ധദ്രവ്യവുമായി നിക്കോദേമോസും അവിടെയെത്തി. യൂദന്മാരുടെ സംസ്കാര രീതി അനുസരിച്ച് ഈശോയുടെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശി
യൗസേപ്പ് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന കച്ചയിൽ പൊതിഞ്ഞു. ഈശോ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തിനടുത്തായിരുന്നു യൗസേപ്പിന്റെ തോട്ടം. ആ തോട്ടത്തിൽ തനിക്കുവേണ്ടി പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യൂദന്മാരുടെ ഒരുക്കനാൾ ആയിരുന്നതിനാലും ശവകുടീരം സമീപത്തായിരുന്നതിനാലും ഈശോയെ അവർ അവിടെ സംസ്കരിച്ചു. 3 ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ് 3-ാം നാൾ രക്ഷിക്കപ്പെട്ട യൗനാൻ പ്രവാചകനെ പോലെ 3-ാം ദിനം കല്ലറയിൽ നിന്നും ഉയർത്ത നാഥ, നിന്നോടുകൂടെ മരിക്കുന്നവർ നിന്നോടുകൂടെ ജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ജീവിതത്തിൽ ദുഃഖവെള്ളികൾ കടന്നു വരുമ്പോൾ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ഒരുങ്ങുമ്പോൾ നിന്റെ ഉയിർപ്പ് ഞായർ ഇവർക്ക് പ്രത്യാശയേകുന്നു. ഉത്ഥിതനായ നാഥ, ഞങ്ങളുടെ നൈരാശ്യത്തിൻ്റെയും ഭയത്തിൻ്റെയും അസൂയയുടെയും തഴക്കദോഷങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും തോട് പൊട്ടിച്ചു പുറത്തുവന്ന് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ. താതനോടീ ജനത്തെ രമ്യതയിൽ കോർത്തിണക്കാം. ബലിയായ നാഥ, നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിടാം. നന്മ തോൽപ്പിക്കും, മരണത്തെ ജീവൻ ജയിക്കും. തിന്മയെ എന്നും നന്മ തോൽപ്പിക്കും, മരണത്തെ ജീവൻ ജയിക്കും. പ്രത്യാശയോടിവർ മരണം വരിക്കാൻ ശൂന്യം നിൻ കല്ലറ ധൈര്യം. പ്രത്യാശയോടിവർ മരണം വരിക്കാൻ ശൂന്യം നിൻ കല്ലറ ധൈര്യം. സ്വർഗീയ താതനോടീ ജനത്തെ രമ്യതയിൽ കോർത്തിണക്കാം. ബലിയായ നാഥ, നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിടാം. സമാപന പ്രാർത്ഥന. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാമെന്ന് പ്രവാചകനിലൂടെ അരുൾ ചെയ്ത നിത്യനായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടി മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവമേ, നിന്നെ മറന്ന് പൊട്ടക്കിണറുകൾ തേടിപ്പോയ ഞങ്ങൾ നിന്റെ കാരുണ്യം യാചിക്കാൻ പോലും അർഹരല്ല. ഗാഗുൽത്തായിൽ തിരുഹിതം പൂർത്തിയാക്കിയ അങ്ങേ തിരുക്കുമാരൻ മാത്രം അതിന് യോഗ്യനാണ്. അവൻ്റെ മുറിപ്പാടുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തം
ഞങ്ങൾക്കു വേണ്ടി നിന്റെ മുൻപിൽ മാധ്യസ്ഥം യാചിക്കുന്നു. ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമായ ആ മുറിപ്പാടുകളെ പശ്ചാത്താപത്തിൻ്റെ മിഴിനീരോടെ ചുംബിക്കുന്ന ഞങ്ങളിൽ നിന്റെ കാരുണ്യം നീ ചൊരിയണമേ. ആറിപ്പോയതേതും ചൂടുള്ളതാക്കുവാനും വാടുന്നതേതും നനയ്ക്കുവാനുമായി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. തൻ്റെ ഏകജാതനെ ഞങ്ങൾക്കു നൽകിയ താതന് സ്തുതിയും, ശിക്ഷ ഏറ്റുവാങ്ങി രക്ഷ നൽകിയ പുത്രന് ആരാധനയും, രക്ഷയായി ഇന്നും ഞങ്ങളിൽ നിവസിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.